everyone, welcome to my channel Cooking by Elsa. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം ചെൽസി ബൺസ് എന്നാണ്. നത്തിങ് ബട്ട് നമ്മുടെ സിനമൺ റോൾസ് ഇല്ലേ, അപ്പോൾ അത് തന്നെ ചെൽസി ബൺസ് എന്നാണ് UK സൈഡിലൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലണ്ടൻ, വെസ്റ്റ് പാർട്ട് ഓഫ് ലണ്ടനിൽ അവിടെ ചെൽസി ബൺസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ ആദ്യമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തത്. ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡോ പ്രിപ്പറേഷനും അതിനകത്ത് ഈസ്റ്റ് ആക്ടിവേഷനുമാണ്. പിന്നെ ഇത് ഒരുപാട് റിച്ചാണ് ഇൻ ലെമൺ പീൽ, സിനമൺ, നട്ട്സ്, മിക്സ് സ്പൈസസ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു ട്രീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നമ്മളിതിവിടെ പ്രിപ്പയർ ചെയ്താണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചെൽസി ബൺസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത്, പിന്നെ അതുപോലെ ഒരു 1 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ഈസ്റ്റ് ആഡ് ചെയ്യാം. അത് നമ്മൾ ലൂക്കോം മിൽക്കിൽ നമ്മൾ ബേസിക്കലി ഇത് മിക്സ് ചെയ്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഡോയിലേക്ക് ആഡ് ചെയ്യാൻ. ഡോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്സ് ഫ്ലവർ, നമ്മളുടെ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 എഗ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മളുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അപ്പോൾ അതും കൂടി നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളിത് ഡോയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാടങ്ങ് ഒത്തിരി ഡ്രൈയും ആവരുത്, ഒരുപാടങ്ങ് സോക്കി ആവരുത്. അപ്പോൾ അല്ലാതെ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു 1/4 കപ്പ് ബട്ടറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നീറ്റായിട്ടത് മോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഇത് സ്റ്റിക്കി ആയിട്ട് വരും, പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ തൊടുന്ന ഉടനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് അവനിലോ എവിടെയെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ദോശയ്ക്ക് വെക്കുന്ന പോലെ വെച്ചിട്ട് അത് ഡബിൾ ചെയ്യണം ഇതിൻ്റെ സൈസ്. അപ്പോഴത് കറക്റ്റായിട്ട് ശരിക്കും വേണ്ടി ഒരു ഫെർമെൻറ്റേഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൻ്റെ ഇൻസൈഡ് ഫില്ലിങ്ങിന് ഞാനിവിടെ ഹേസൽനട്ട് സ്പ്രെഡ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ടില്ല മറ്റെന്തെങ്കിലും ഒരു സ്പ്രെഡ് ചോയ്സിലെടുക്കാം. പിന്നെ അതുപോലെ പീനട്ട്സ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള ഫില്ലിങ്ങിന്. നിങ്ങൾക്ക് ചോയ്സ് ഓഫ് നട്ട്സ് ഏത് വേണേലും എടുക്കാം. ഞാൻ ഈ നട്ട്സിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ കാർഡമം പൗഡറും പിന്നെ കുറച്ചൊരു 1/4 നട്ട്മെഗും കൂടിയിട്ട് മിക്സ് ചെയ്ത് സ്റ്റർ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഫെർമെൻറ്റ് ചെയ്ത ഡോയിൽ ഞാൻ ആദ്യം നമ്മൾ കുറച്ച് ഫ്ലവർ എടുത്ത് ഡസ്റ്റ് ചെയ്യുക, നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഡോയും ജസ്റ്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ആദ്യം ഒന്ന് എടുത്തിട്ട് നീഡ് ചെയ്യുക. ഇതുപോലെ ജസ്റ്റ് അതിനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫ്ലവർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നുള്ളതല്ല പർപ്പസ്. ജസ്റ്റ് നമ്മളുടെ ഈ റോളിംഗ് പിൻ ഇട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പം അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഡസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഫ്ലാറ്റ് ആക്കുക, കാരണം നമുക്ക് ബൺ റോൾസ് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം അത്യാവശ്യം ഒരുപാട് തിന്നല്ല, എന്നാൽ അത്യാവശ്യം തിന്നായിട്ട് തന്നെ ഇത് വരണം. എന്നിട്ട് നമുക്ക് മെൽറ്റഡ് ബട്ടർ ആൻഡ് ഓയിലിൻ്റെ മിക്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരുപാട് ബട്ടർ തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മളുടെ നട്ട് മിക്സ് ആഡ് ചെയ്യണം. നട്ട് മിക്സിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഹേസൽനട്ട് സ്പ്രെഡും. ഹേസൽനട്ടിന് പകരം വരെ ഇഷ്ടമുള്ള ചോയ്സിലുള്ളത് എടുക്കാം. എന്തെങ്കിലും ഒരു സ്പ്രെഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഈവനായിട്ട് കംപ്ലീറ്റ്ലി കൊടുക്കണമെന്നില്ല, നമുക്ക് ജസ്റ്റ് അവിടെ ഇവിടെയായിട്ട് മാത്രം കൊടുക്കാം. കാരണം ഇത് റോൾ ചെയ്യുമ്പം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാ റോളിനകത്തും കുറച്ച് ഇതിൻ്റെ ഒരു പോർഷൻ വരണമെന്നേ നിർബന്ധമുള്ളൂ, അല്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നില്ല. സ്പ്രെഡ് ഇട്ട ശേഷം നമുക്ക് നമ്മുടെ സിനമൺ മിക്സിലിട്ടുണ്ടായിരുന്ന പീനട്ട്സും ഇത് നമുക്കിതിനകത്ത് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഡോയുടെ ഒരു എഡ്ജ് നമ്മൾ റോൾ ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾ സിനമൺ റോൾസ് റോൾ ചെയ്യുന്ന പോലെ അകത്തേക്ക് നമ്മൾ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പം വളരെ സൂക്ഷിച്ച് നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുക്കുക. അന്നേരം അടിയിൽ ഡസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് സത്യം പറഞ്ഞാൽ ഈസി ആയിരിക്കും അത് റോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേമാതിരി ഒന്ന് റോൾ ചെയ്ത് ടൈറ്റാക്കി എടുക്കുക. റോളിങ്ങിനെ ഫേമായി കിട്ടിയ ശേഷം നമുക്ക് നൈഫ് വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മുടെ റോൾസിൻ്റെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ ഈ മാർക്കിങ്സിൽ ത്രൂ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നില്ല, ഒരു ത്രെഡ് വെച്ചിട്ടാണ്. ഈ ത്രെഡ് ഒരു നമ്മുടെ റെഗുലർ ഏതെങ്കിലും ഒരു ത്രെഡ് എടുത്തിട്ട് ഈ മാർക്കിങ്ങിൻ്റെ അടിയിൽ കൂടി വെച്ചിട്ട് നമ്മൾ മേളിൽ നിന്ന് ഒന്ന് പുള്ളി ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് ആ ഷേപ്പ് ഒരുപാട് ടാമ്പർ ചെയ്യാതെ കിട്ടുന്ന റോൾസ് കിട്ടും. ഇതേപോലെ റൗണ്ടായിട്ട് കിട്ടും. ഇപ്പം നൈഫാണെങ്കിൽ കുറച്ചും കൂടി അതൊന്ന് ഫ്ലാറ്റൻ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കിങ്സിലെല്ലാം ഉള്ള റോള് എടുത്ത് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു 15-20 മിനിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എൻ്റെ അതേ സൈസ് ട്രേ ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ട്രേയും അതുപോലെ നമ്പർ ഓഫ് ബൺസും നമ്മൾ എത്ര ഡോ ക്വാണ്ടിറ്റി എടുക്കുന്നു, എത്ര പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതനുസരിച്ചിട്ട് ആദ്യം ഒരു ലോ ടെമ്പറേച്ചറിൽ 300 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 300 to 350 റേഞ്ചിൽ ബൺസ് ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും, വളരെ പെട്ടെന്ന് ബേക്കാവും. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ കൂടുതൽ ഡ്യൂറേഷനിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേക്കിംഗ് നന്നായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് സ്വീറ്റ് ലേസ് നമ്മൾ ടോപ്പിൽ കോട്ട് ചെയ്യുന്നുണ്ട് യൂഷ്വലി. പക്ഷേ എല്ലാവരും ഒരുപാട് ഹെൽത്ത് കോൺഷ്യസും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ് തന്നെ മതി, അതിനൊരു ഓവർ ഡെക്കറേഷൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ഗ്ലേസ് കൊടുക്കണം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് തന്നെ അത് കഴിക്കാനായിട്ട് നമുക്കൊരു ഈവനിങ് കോഫി ആൻഡ് ടീയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ഈ സിനമൺ റോൾസും കുറച്ചും കൂടി ഒന്ന് പ്രൂവ് ചെയ്യാൻ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു 1/2 an hour വെച്ചിട്ട് ഒരു 350 ഡിഗ്രിയിൽ 1/2 an hour ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എഗ് വാഷും കൂടി ഇടാം. അപ്പം നമ്മുടെ ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഹോട്ട് ചെൽസി ബൺസ് അല്ലെങ്കിൽ സിനമൺ റോൾ ബൺസ്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്പൈസസ് മിക്സ് വെച്ചിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ വിലയേറിയ ഒപ്പീനിയൻസ് എല്ലാവരും എഴുതി അറിയിക്കുക, ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. അതുപോലെ ഇതെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ അയച്ചു തരിക. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.